KPCC നേതൃമാറ്റ ചർച്ചയിൽ ഭിന്നത രൂക്ഷം. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തി. തിരക്കിട്ടുള്ള പുനഃസംഘടന തിരിച്ചടിയാകുമെന്ന് കെ സുധാകരനൊപ്പമുള്ളവർ വാദിച്ചു. സംസ്ഥാന നേതാക്കളുമായുള്ള AICCയുടെ ചർച്ച തുടരുന്നു. രാഹുൽ ജി നാഥപുരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ തിരക്കിട്ടുള്ള പുനഃസംഘടനയാണ് തിരിച്ചടിയായത് എന്നാണോ വാദം? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം ആ ഭിന്നത നേതാക്കൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയുടെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ കടുത്ത ഭാഷയിലാണ് ഈ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയെ വിമർശിച്ചത്. അതായത് പഠനപ്പിണക്കങ്ങളുമായി നേതാക്കൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിയും എന്ന തരത്തിൽ പോലും ദീപാദാസ് മുൻഷിക്ക് പറയേണ്ടി വന്ന ഒരു ഘട്ടമായിരുന്നു അത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഭിന്നത വലിയ രൂക്ഷമായിരുന്നു. അതേ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് തർക്കമുണ്ടായത്. AP അനിൽകുമാറും VD സതീശനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ട എന്ന് ഒരു വാദം ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മറുപടി പ്രസംഗം പോലും പൂർത്തിയാക്കാൻ VD സതീശൻ ഇറങ്ങിപ്പോകുന്നു. അത്തരത്തിൽ ഭിന്നതയുടെ ഒരു ബാക്കിപത്രമായാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. കാരണം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇത്തരത്തിൽ പുനഃസംഘടന, അതായത് വരുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ വേണ്ടി സംഘടന സജ്ജമാകണമെന്ന വലിയ തീരുമാനമാണ്, അല്ലെങ്കിൽ വലിയ അഭിപ്രായമാണ് അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടത്. അതിനുവേണ്ടി പുനഃസംഘടന വേണോ വേണ്ടിയോ എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. പുനഃസംഘടന ഇല്ലെങ്കിൽ അത് അത്തരത്തിൽ തന്നെ പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച AICC തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. ആ ഭിന്നത എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ AICC നടത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ മാറണമെന്നൊരു പക്ഷം പറയുന്നു. ഒപ്പം മറുപക്ഷം പറയുന്നത് അത്തരത്തിൽ മാറേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ. അത്തരത്തിൽ നേതൃമാറ്റത്തിൽ പോലും ഒരു ഭിന്നത ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സംഘടന സജ്ജമാകുമെന്ന് പറയുമ്പോഴും ഭിന്നത രൂക്ഷമായി നിലനിൽക്കുകയാണ്. മോദി.